ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഹെൽത്തി റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മുരിങ്ങ ഇല കൊണ്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും മിക്കവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത് ഡയറ്റിങ് ചെയ്യുന്നവർക്കും ഷുഗർ ഡയബറ്റീസ് പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ പറ്റും കേട്ടോ. അത് അവർക്കൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മുരിങ്ങ ഇല ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് ഇവിടെ ഇതാ നല്ലോണം മുരിങ്ങയില വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേട്ടില്ലേ സൗണ്ട്? ഇതുപോലെ വേണം കേട്ടോ മുരിങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ സെയിം പാനിൽ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ കറിവേപ്പില കേട്ടോ, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതില്ലാത്തതുകൊണ്ട് സാധാ പരിപ്പ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കുരുമുളകും മല്ലിയും മുഴുവനായിട്ടുള്ളതുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതില്ലാത്തതുകൊണ്ട് ഓരോ ടേബിൾ സ്പൂൺ അതിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 അല്ലി വെളുത്തുള്ളിയും അതേപോലെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തേങ്ങൻ്റെ കളറെല്ലാം നല്ലോണം ചേഞ്ചായി വരണം. അതുവരെ വേണം കേട്ടോ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങൻ്റെ കളറ് നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കേട്ടോ, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ തേങ്ങയിൽ ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരണം കേട്ടോ. നല്ലോണം ചൂടാറണമെന്നില്ല, ഒന്ന് ലൈറ്റ് ചൂടാവണം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങേൻ്റെ ഇലല്ലേ, വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങേൻ്റെ ഇല അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ നമ്മുടെ തേങ്ങേൻ്റെ മിക്സില്ലേ അത് ഒന്ന് ചൂടാറി വന്നാൽ അതും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ഇഡ്ഡലി ദോശ അതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയും കൂടിയാണ്. ഡയബറ്റീസ് കൊളസ്ട്രോൾ പേഷ്യൻസ് അതേപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഡെയിലി രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ വീതം കലക്കി കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കേണ്ടതെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തൈരില്ലേ, തൈരിൽ ഉപ്പിട്ടിട്ട് ഒന്ന് കലക്കിയെടുത്തിട്ട് അത് മുകളിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ മുരിങ്ങയിലൻ്റെ പൊടിയില്ലേ അതൊരു ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതും ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് കഴിക്കുക, അത്ര തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.